നമ്മളിത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അറിയോ, നെയ്പത്തിരിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് ചെയ്യേണ്ട ചേരുവകളാണ്. ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. എന്താണ്, അതിനുശേഷം ഇച്ചിരി പെരുംജീരകവും ജീരകവും ചെറുള്ളിയാണ് വേണ്ടത്. പക്ഷേ ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെല്ലുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കാണിക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഈ പുട്ടുപൊടി കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി സോൾട്ട് ഇട്ട് കൊടുക്കാം ടേസ്റ്റിന്. ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. മിക്സിലിട്ട് അരച്ചെടുത്തോണ്ട് വരാം, അതിൻ്റെ ചേരുവകൾ കൂടി ചേർത്ത്. ഈ അരച്ചതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ കുഴച്ച മാവിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഇച്ചിരി നെയ്യും കൂടെ. ഇത് ഞാനൊരു ബേക്കിംഗ് പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് അതിന് മേളിലൊരു പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇത് ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് ഈ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ അരിപ്പത്തൽ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് അരിപ്പത്തൽ ഉണ്ടാക്കുന്നതും അരിപ്പത്തൽ കഴിക്കുന്നതും. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി ഇഷ്ടമാണ് അരിപ്പത്തൽ. പുള്ളി പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. നല്ല ഇങ്ങനെ പൂരി പോലെ ഇങ്ങനെ പൊങ്ങി വരും. നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പത്തലാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഇത് ഞങ്ങൾ മട്ടൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പത്തലാണ്. നിങ്ങൾ മട്ടൻ കറിയോ ഏത് കറി കൂട്ടിക്കാണേലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. 4 മണിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വലിയവർക്ക് കഴിക്കാനും നല്ലതാണ്.